രാഷ്ട്രീയ പാർട്ടികളിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ ആവശ്യമില്ലെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളെ എങ്ങനെയാണ് ജീവനക്കാരായി കാണാനാകുന്നതെന്ന് സുപ്രീംകോടതി ചോദിച്ചു. അജീഷ് ജയകുമാർ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. 2022 കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് രാഷ്ട്രീയ പാർട്ടികളിൽ ഇത്തരത്തിൽ ഇന്റേണൽ കമ്മിറ്റി വേണമോ എന്ന് ചോദ്യം ചെയ്തുള്ള ഒരു ഹർജി തള്ളിക്കൊണ്ടായിരുന്നു അന്ന് 2022 കേരള ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയത്. ഇത് ചോദ്യം ചെയ്താണ് സുപ്രീം കോടതി അഭിഭാഷകയായ യോഗമായ ഈ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയത്. രാഷ്ട്രീയ പാർട്ടിയിലെ വനിതകൾക്ക് അവരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഇത്തരത്തിൽ മറ്റ് ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി രാഷ്ട്രീയ പാർട്ടികളിലും വേണമെന്നായിരുന്നു ഈ ഹർജിയിൽ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ ഒരു വാദവും നടന്നു. ഈ വാദത്തിൽ പ്രധാനമായും ഈ അഭിഭാഷകർ ഉന്നയിച്ചത് ഇത്തരത്തിൽ അവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ നേരിടുകയാണെങ്കിൽ ഈ പോഷ് ആക്ട് നടപ്പാക്കിയില്ലെങ്കിൽ അത് അവരെ ബാധിക്കും, അവരുടെ പ്രശ്നം ഗുരുതരമാക്കും തുടങ്ങിയ വാദങ്ങളായിരുന്നു ഉന്നയിച്ചത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയെയും അതേപോലെ തന്നെ അതിലെ അംഗങ്ങളെയും തൊഴിലുടമ ജീവനക്കാരായി കണക്കാക്കാനാകില്ലെന്നായിരുന്നു സുപ്രീം കോടതി നിരീക്ഷിച്ചത്. തുടർന്ന് ഈ ഹർജി തള്ളുകയും ചെയ്തു. ശരി, അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.